റൂഫ് ടോപ്പിൽ പ്രോപ്പർ വാട്ടർ പ്രൂഫ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം. നമ്മളിവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രാക്കിനെ കൂടി ക്ലോസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ ഇതിനെ 100% വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റുള്ളൂ. 20 നിലകളുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള പില്ലേഴ്സിനെ പാക്ക് ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിങ്ങിൽ ക്രാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോറിൽ ക്രാക്ക് ഉണ്ട്, പാരപ്പറ്റ് വാൾസിലും നല്ല രീതിയിൽ ക്രാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ട്. ഇവിടെ ഈ ടെറസിൻ്റെ മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരപ്പറ്റിലും പിന്നെ അതുപോലെ തന്നെ താഴെയൊക്കെ പല ഏരിയകളിലും പ്ലംബിംഗ് ലൈൻസും പിന്നെ അതുപോലെ തന്നെ ഡ്രെയിനേജ് പൈപ്പ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇതിൽ ബോൾട്ട് ചെയ്തിട്ടും ഹാങ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ എന്നാൽ അതിനൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു ഡ്രില്ല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോൾട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സിലൂടെ ഒന്നും വെള്ളം അകത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ വേണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ക്രാക്കുകൾക്കുള്ള കാരണം 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ക്രാക്ക് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്റ്ററിങ് ഈ ഒരു സർഫസ് കംപ്ലീറ്റ് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ വരുന്ന ക്രാക്കുകളും പിന്നെ അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയും. അതായത് നമുക്കറിയാം ഹീറ്റ് വരുന്ന സമയത്ത് എക്സ്പാൻഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്ന സമയത്തും ഈ സർഫസിലൊക്കെ ക്രാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ക്രാക്കുകളാണ് ഈ ഒരു ക്രാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ക്രാക്കിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും എലാസ്റ്റോമറിക് പ്രോപ്പർട്ടി ഉള്ളതും വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാത്തതുമായിട്ടുള്ള കോട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിലൂടെയാണ് ബാൻവെറ്റ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ടെറസ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പാരപ്പെറ്റ്സോ അതുപോലത്തെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് എലമെൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൂടി പാക്ക് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം കൂടി ഇതാണ്. കാരണം ഇത് അബ്സോർബ് ചെയ്യുന്ന വെള്ളം നേരിട്ട് നമ്മളുടെ ടെറസിൻ്റെ മുകളിലേക്ക് വരുന്നു, അത് വീണ്ടും ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലേക്ക് ലീക്കായിട്ട് കാണും. വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. ഈ ഒരു എൻ്റയർ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കും. അതിൻ്റെ ശേഷമാണ് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോവുക. സർഫസ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ക്രാക്കുകൾ ഹെയർ ലൈൻ ക്രാക്സ് ഉണ്ട്, കുറച്ച് മേജർ ക്രാക്സ് ഉണ്ട്. അപ്പോൾ ഈ മേജർ ക്രാക്സിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അതിൽ പോളിമർ മോഡിഫൈഡ് മോട്ടാർ, അത് നോൺ ശ്രിങ്കേജ് ആണ്, അതേപോലെ തന്നെ എലാസ്റ്റോമറിക് പ്രോപ്പർട്ടി ഉള്ളതും കൂടിയാണ്. അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള ബാക്കിയുള്ള കോട്ടിങ്ങുകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ 45 GSM മെഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, മെഷ് ഇങ്ങനെ ലേ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മാസ്റ്റർ ബോണ്ടിൻ്റെ കോട്ടിങ്, മാസ്റ്റർ ബോണ്ടും സിമെൻറ്റും വെച്ചിട്ടുള്ള കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോട്ടിങ് താഴെ ഉണ്ടാവുമോ, ഇതിൻ്റെ മുകളിലല്ലേ നമ്മൾ അടിക്കുന്നത്, അപ്പോൾ ഇത് താഴെ സ്ട്രോങ് ആയിട്ട് കോട്ടിങ് വരുമോ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് കണ്ട ഈ ഒരു മെഷ് നമ്മളിങ്ങനെ റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ താഴെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ ലാറ്റക്സിൻ്റെ കോട്ടിങ്, ലാറ്റക്സും സിമെൻറ്റും ഉള്ള മാസ്റ്റർ ബോണ്ടിൻ്റെ ഈ കോട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ്റെ മുകളിലൂടെ ബ്രഷ് വെച്ചിട്ട് ഈ കോട്ടിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെയും മേലെയും ഓരോ ലെയറായിട്ട് എന്ത് ചെയ്യും, ഈ മെഷ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു സാൻഡ്വിച്ച് ആയിട്ട് ഈ മെഷ് സെറ്റ് ആവുകയാണ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ലിക്കേഷൻ ചെയ്ത് ഇത് ക്യൂറിങ് ആയതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഈ ഒരു ലാറ്റക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോട്ടും കൂടി വരും. അപ്പോൾ അതും കൂടി വന്ന് കഴിയുമ്പോൾ ശരിക്കും എന്താവുകയാണ്, ഈ ഒരു സർഫസ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സർഫസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലാണ് പിന്നെ അടുത്ത സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് ബാൻവെറ്റിൻ്റെ പോളിയോർത്തിൻ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ അപ്ലിക്കേഷനാണ്. ഇത് വിത്തൗട്ട് ഡൈല്യൂഷൻ 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ സർഫസിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ഫസ്റ്റ് കോട്ടിങ് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ സെക്കൻഡ് കോട്ടിങ് വരും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തേർഡ് കോട്ടിങ് വരും. ഇതൊരു ലിക്വിഡ് മെംബ്രെയിൻ സിസ്റ്റമാണ്. അതായത് നമ്മളിതൊരു ഒരു ബക്കറ്റിൻ്റെ മൂടിൻ്റെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതിനെ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെംബ്രെയിൻ ആയിട്ട്, അതായത് ഒരു ഷീറ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ലിക്വിഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമുക്കറിയാം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തൊരു ലിക്വിഡ് ആയിരുന്നു ഇത്, അതായത് ഒരു പേസ്റ്റ് രൂപത്തിലായിരുന്നു. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലുള്ള പോലെ ഒരു മെംബ്രെയിൻ ആയിട്ട് ഒരു ഷീറ്റായിട്ട് ഇത് കൺവേർട്ട് ആവുകയാണ് ഈ ഒരു സർഫസിൽ. ഇത് കണ്ടോ, അപ്പോൾ ഈ ഷീറ്റായിട്ട് ഇത് കൺവേർട്ട് ആവുകയാണ്. ഇത് കണ്ടോ ഹൈലി എലാസ്റ്റോമറിക് ആണ്. ഇതിനെ നമുക്കിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എലാസ്റ്റോമറിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞു വരും. ഇതിങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പഴയ രൂപത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്രാക്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൺസഷൻ ജോയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിലെന്തെങ്കിലും ഒരു മെക്കാനിക്കൽ ആക്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രോഡക്റ്റിന് വിസ്റ്റാൻഡ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഏരിയയിലും നമ്മൾ PUൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടുത്തെ അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ ഈ സർഫസ് കംപ്ലീറ്റ് ഇപ്പോൾ 100% വാട്ടർ പ്രൂഫ് ആയിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇത് വാട്ടർ പ്രൂഫ് ആണ്,
എലാസ്റ്റോമറിക് പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയലാണ്, UV റെസിസ്റ്റൻറ്റും കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാൻവെറ്റിൻ്റെ എൻഡ് ടു എൻഡ് വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടേഷനും കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഓരോ സ്റ്റേജിലും ഏതൊക്കെ രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങളെ കൺസൾട്ട് ചെയ്ത് അത് എങ്ങനെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി ബാൻവെറ്റ് പ്ലാൻ ചെയ്ത് തരുന്നതാണ്.